ഒരു ബദൽ നഗത്തിന്റെ ഗവൺമെന്റാണ്. അതാണ് പ്രശ്നം. അക്ഷരം മാത്രം മാറിയാൽ പോരാ, നയങ്ങൾ വേറെയാണ്, നമ്മുടെ നിലപാട് വേറെയാണ്, കാഴ്ചപ്പാട് വേറെയാണ്. നാം അതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ നിലപാടാണ് നാം ആവർത്തിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ബജറ്റിൽ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി ബാലഗോപാലൻ പറഞ്ഞു, കേരളത്തിൽ നമ്മൾ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കില്ല, പഴയ പെൻഷൻ സ്കീം നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. നമ്മളതേ പറയുന്നുള്ളൂ. അത് LDFന്റെ വാഗ്ദാനമാണ്, LDF നയമാണ്. അതാണ് ബജറ്റിൽ പറഞ്ഞ കാര്യം. ആ കാര്യം പ്രാവർത്തികമാക്കപ്പെടണം. പ്രാവർത്തികമാക്കും വരെയും നാം സമരരംഗത്തുണ്ടാകും. നമ്മുടെ ഗവൺമെന്റ് പറയും പറഞ്ഞ കാര്യം നിലപാടിന്റെ കാര്യമാണ്, നഗത്തിന്റെ കാര്യമാണ്, അതിന് വെള്ളം ചേർക്കാൻ പാടില്ലല്ലോ. നാം സ്നേഹപൂർവ്വം പറയുന്നു, വെള്ളം ചേർക്കാൻ പാടില്ല. തൊഴിലാളി നോക്കുന്നുണ്ട്, കൃഷിക്കാരൻ നോക്കുന്നുണ്ട്, NGO നോക്കുന്നുണ്ട്, അധ്യാപകൻ നോക്കുന്നുണ്ട്, വിദ്യാർത്ഥി നോക്കുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ് എങ്ങനെയാണ്. നമ്മുടെ ഗവൺമെന്റ് അവരെ പോലെയല്ല, ആകാനും പാടില്ല. നമ്മുടെ ഗവൺമെന്റ് വലതുപക്ഷ നഗത്തിന്റെ ആ വഴിക്ക് പോകേണ്ട ഗവൺമെന്റ് അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗവൺമെന്റിനെ അറിയാം. അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ കാഴ്ചപ്പാടുകളും ഇടതുപക്ഷ നയങ്ങളും പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ സമരം. നാം അത് ഓർമ്മപ്പെടുത്തുകയാണ്. സമരപാതകളിൽ നിൽക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ്. ഓരോ നിമിഷവും നമുക്കറിയാം, രാവും പകലും നമുക്കറിയാം, ഈ സർക്കാരിനെ അട്ടിമറിക്കാനും തകടം മറിക്കാനും ഒക്കെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. ലഭിക്കേണ്ട പങ്ക് ലഭിക്കുന്നില്ല, തരേണ്ട വിഹിതം കിട്ടുന്നില്ല. നമ്മെ അവഹേളിക്കാൻ എപ്പോഴും. വയനാട് നാം മറക്കാൻ പോകുന്നില്ലല്ലോ. നമുക്കൊന്നുമില്ല, പ്രഖ്യാപനം മാത്രം, വാഗ്ദാനം മാത്രം.